എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ. ഇന്ന് നമ്മൾ പോകുന്ന ബാർബിക്യൂസിലോട്ടാ. അതുകൊണ്ട് ഇന്ന് നമ്മൾ കാലിലാണ്. അതുകൊണ്ട് നമുക്ക് പോകാം. ഇന്നത്തെ എൻ്റെ ലുക്ക് ഇങ്ങനെ. എന്തായാലും എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹനി പറഞ്ഞ പോലെ ഇന്നിപ്പോൾ ഞങ്ങളുടെ ഒരു ഡിന്നർ ഔട്ടാണ്. ഇത് മെയ് 8-ാം തീയതിയാണ്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടിയാണ്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ അടുത്ത് തന്നെയുള്ള തെമിസ് ബാർബിക്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ബാർബിക്യൂ ഹൗസിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അതിലൊക്കെ കളിക്കുന്നതായിരിക്കില്ല. നമുക്ക് പോകേണ്ട സ്ഥലം ഇതാണ്, തെമിസ് ബാർബിക്യൂ. ബസ്സിലും കയറും, ഈ എയർക്രാഫ്റ്റിലും കയറും. എനിക്ക് എയർക്രാഫ്റ്റ് ബ്ലാക്ക് ആവേണ്ട. ബ്ലാക്ക് ഹൽദിറാം ഉണ്ട്, സബ്വേ ഉണ്ട്, സ്റ്റാർബക്സ് ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നത്? സ്റ്റാർബക്സിൽ കോഫി കുടിക്കാൻ സമയമല്ലല്ലോ ഇപ്പൊ. ഇന്ന് നമ്മൾ പോകുന്നതാണ് തെമിസ് ബാർബിക്യൂ. നമുക്ക് എടുക്കാലോ. ഇതെന്തത്? ചായ് അവിടെ ബാർബിക്യൂ ഹൗസ് തെമിസ്. നിനക്ക് വേണ്ട സാധനം പേപ്പർപ്പിക്കല്ലേ നിൽക്കുന്നത്? ഇവിടെ ഇതൊരു ബാർബിക്യൂ റെസ്റ്റോറൻ്റാന്ന് പറഞ്ഞല്ലോ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 ടൈപ്പ് ഉണ്ട്. നമുക്ക് ബൊഫേ ഓപ്ഷൻ ഉണ്ട്, അല കട്ടെ മെനു ഉണ്ട്. അപ്പോൾ ബൊഫേ ഓപ്ഷൻ ആണെങ്കിൽ നോൺ വെജിന് 1200+ GST ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതിനകത്ത് അൺലിമിറ്റഡ് ബാർബിക്യൂവും പിന്നെ അവരുടെ കുറേ സ്നാക്സും സൈഡ് ഡിഷസും പിന്നെ മെയിൻ കോഴ്സും ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ വെജാണോ നോൺ വെജാണോ എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ബാക്കി അവിടെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. അതിൽ ഈ ബ്രെഡ്സ്, അതായത് റോട്ടി, നാൻ, ചപ്പാത്തി, തവ റോട്ടി, അതൊക്കെ നിങ്ങൾ എക്സ്ട്രാ പേ ചെയ്യണം. അതേപോലെ ഡ്രിങ്ക്സും. ബാക്കിയെല്ലാം അൺലിമിറ്റഡ് ബൊഫയാണ്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. ഞങ്ങൾ ഫസ്റ്റ് ടൈം വരുന്നതാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഇവിടെ വരണം എന്ന് വിചാരിച്ച് ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഞങ്ങളവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അകത്ത് കയറി. നല്ല ആംബിയൻസ് ആണേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടോ. നല്ല സ്പേഷ്യസ് ആണ്, വളരെ നല്ല ആംബിയൻസുമാണ്. ഇവിടെ നിന്നാണ് സ്നാക്സ് ആൻഡ് സൈഡ് ഡിഷസ് കൗണ്ടർ തുടങ്ങുന്നത്. ഇതവരുടെ ഡ്രിങ്ക്സ് കൗണ്ടറാണ്. നിങ്ങൾക്ക് മോക്ടെയിൽസ്, കോക്ടെയിൽസ്, നോർമൽ കൂൾ ഡ്രിങ്ക്സ്, ജ്യൂസ്, ഹോട്ട് ഡ്രിങ്ക്സ് എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ നമ്മുടെ 1200-ൻ്റെ ബൊഫയിൽ വരുന്നതല്ല. ഇൻക്ലൂഡിങ് മിനറൽ വാട്ടർ, അതിനും നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അങ്ങനെ ഞങ്ങൾക്ക് അവരൊരു ടേബിളൊക്കെ സജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ടേബിളിലിരുന്നു. മിനറൽ വാട്ടർ മാത്രം ഞങ്ങൾ സെപ്പറേറ്റ് വാങ്ങിച്ചു. അപ്പം എന്താണെന്നുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ അവർ തരികയാണ്. അതേ നമ്മുടെ ടേബിളിൻ്റെ നടുക്കൊരു ബാർബിക്യൂ ഉണ്ട്. അപ്പോൾ ഇതിലാണ് ബാർബിക്യൂ ഓപ്ഷൻസൊക്കെ സേവ് ചെയ്യുന്നത്. ബാക്കി പ്ലേറ്റ്സും ടവലൊക്കെ റെഡിയാണ്. പിന്നെ അവിടെ ലൈവ് മ്യൂസിക് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവരത് ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മട്ടൻ, പ്രോൺസ്, ചിക്കൻ, പിന്നെ 2 ടൈപ്പ് ഫിഷ്, പിന്നെ ഇത്രയാണുള്ളത്. അപ്പം നിങ്ങൾ വെജിറ്റേറിയൻ ആണെന്നുണ്ടെങ്കിൽ മഷ്റൂം, പനീർ ഒക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് നോൺ വെജിറ്റേറിയൻസിന് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെജും നോൺ വെജും രണ്ടും അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം. അപ്പോൾ വെജിറ്റേറിയൻസിന് അങ്ങനെ ഒരു സ്കോപ്പില്ല. ഇതിവരുടെ സാലഡ് ആൻഡ് ഡെസേർട്ട് കൗണ്ടറാണ്. അപ്പോൾ അതെ, ഇവിടെ ഒരു കിഡ്സ് പ്ലേ സോണുണ്ട്. ഒരു ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഹനി ഇത് കണ്ടുപിടിച്ച് കുറച്ച് സമയം ഇവിടെ കളിക്കാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഞങ്ങൾ കിഡ്സ് സോണിൽ പോയി വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ ബാർബിക്യൂ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോൺസ്, 2 ടൈപ്സ് ഫിഷ്, കട്ട്ലയും രോഹു ആയിരുന്നു തോന്നുന്നു, പിന്നെ ചിക്കൻ, മട്ടൻ, ഇത്രയാണ് അവർ സെർവ് ചെയ്തത് ബാർബിക്യൂവിൽ. അപ്പോൾ കഴിച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മട്ടൻ അത്ര നല്ലതല്ലായിരുന്നു എന്നാണ് ഹനിമൂന്ന് പറഞ്ഞത്. ഞാൻ കഴിക്കാത്ത കാരണം എനിക്കറിയില്ല. ബാക്കി പ്രോൺസും ചിക്കനും ഫിഷൊക്കെ നന്നായിട്ട്
മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ ബാർബിക്യൂ ഓപ്ഷൻ കൂടാണ്ട് തന്നെ അവർ നമുക്ക് വേറെയും സ്നാക്സും സൈഡ് ഡിഷസൊക്കെ അവരായിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. അതും അൺലിമിറ്റഡ് ആണ് ബൊഫേയിൽ. അപ്പം നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അവർ തരും. അതേപോലെ 3 ഡിപ്സും ഉണ്ട്, കെച്ചപ്പും മയണൈസും പിന്നെ വേറെ ഒരു ഡിപ്പും. അങ്ങനെ അത് ഓൾറെഡി ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിത് തീരുന്നതിനനുസരിച്ച് അവരോട് ഏതാണോ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് അവർ കൊണ്ടുതരും. ഫിഷ് ആണെങ്കിലും മട്ടൺ ആണെങ്കിലും പ്രോൺസ് ആണെങ്കിലും ഒക്കെ. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിറയെ പാർട്ടികളൊക്കെ നടക്കുന്നുണ്ട്. ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവിടെ നടക്കുന്നത്. ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെങ്കിലും വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ഒക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവർ തരുന്നുണ്ട്. ഇപ്പോൾ കേക്കൊക്കെ നമുക്ക് വെളിയിൽ നിന്ന് കൊണ്ടുപോകാം. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ലൈവ് മ്യൂസിക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരതിൻ്റെ ഇടയിൽ കൂടി നമ്മളെ വിഷ് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ പാർട്ടി ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഹനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് പ്രോൺസാണ്. മട്ടൺ അത്ര ഇഷ്ടപ്പെട്ടില്ല, ചിക്കനും വലിയ താല്പര്യം ഉണ്ടായില്ല. ഇത് ഫ്രൈഡ് പൈനാപ്പിളാണേ, അതവർ നമുക്ക് ടേബിളിൽ സെർവ് ചെയ്യുക ചെയ്യണേ. ഇതേപോലെ ബാർബിക്യൂൻ്റെ ഇതിനകത്ത് അവരുടെ വെയിറ്റർ കൊണ്ടുവന്നിട്ട് നമുക്ക് സെർവ് ചെയ്യും. പക്ഷേ കഴിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി അതിന് മുകളിൽ ഹണിയൊക്കെ കഴിച്ചിട്ട് അത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ബാർബിക്യൂ ഓപ്ഷൻ ആയിരുന്നു ആക്ച്വലി. ഞാൻ ഓർത്തത് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഉപ്പും മുളകും ഒക്കെ ഇട്ടിട്ടായിരിക്കും എന്നാണ്. പക്ഷേ അതൊരു സ്വീറ്റ് ഓപ്ഷനായിരുന്നു. അതത്ര നന്നായുമില്ല ആക്ച്വലി. പൈനാപ്പിളിൻ്റെ ആക്ച്വൽ ഫ്ലേവർ ഒന്നും വരില്ല. അവർ കുറേ ഹണിയൊക്കെ ഒഴിച്ച് അതിൻ്റെ ഫ്ലേവറൊക്കെ നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഹനിയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ജെം സ്ട്രോബെറി ഷേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വന്നേ, അത് പക്ഷേ കൊള്ളായിരുന്നു എന്നാണ് ഹനി പറഞ്ഞത്. ഇതിപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് ട്രിപ്പ് ബാർബിക്യൂ ആണ്. അപ്പം ഞങ്ങൾ മട്ടൺ വേണ്ടാന്ന് പറഞ്ഞു. അല്ലാണ്ട് ബാക്കി ചിക്കനും പ്രോൺസും ഫിഷും മാത്രം മതി പറഞ്ഞു. കാരണം മട്ടൺ ഇവർക്ക് 2 പേർക്കും ഇഷ്ടമായിട്ടില്ലായിരുന്നു. അപ്പോൾ ഹനി സ്ട്രോബെറി ഷേക്കൊക്കെ കുടിച്ച് ഇതേ പിന്നെയും കളിക്കാൻ പോയിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഹനിക്ക് ഇതാണ് ഇവരുടെ സ്നാക്സ് ആൻഡ് സൈഡ് ഡിഷസ് കൗണ്ടർ. ഇവിടെ ഉള്ള ഓരോ സാധനങ്ങളായിട്ട് ടേസ്റ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ സ്നാക്സ് കൗണ്ടർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം എങ്ങനെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വെജിറ്റബിൾ കർവിങ്സ് ഒക്കെ ചെയ്ത് പിന്നെ ഇവിടെ സെർവ് ചെയ്യുന്ന ഡിഷസാണ്. ഇതൊക്കെ സാമ്പിളാണ്, സാമ്പിൾ വെച്ചിട്ടുണ്ട്. ഈ ദോശയുണ്ട്, ഇഡ്ഡലി ഉണ്ട്, മിനി ഇഡ്ഡലി ഉണ്ട്, ഇതൊക്കെ ഡിസ്പ്ലേന്ന് വെച്ചിട്ടുണ്ടേ. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ അവരപ്പം തന്നെ ഉണ്ടാക്കി തരും. ഇത് ജിലേബി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് എടുക്കാം. ഇതൊക്കെ ഓരോ ഇറ്റാലിയൻ കുസിനാണ്. ഇതൊക്കെ ഇന്ത്യൻ ചാട്ടാണ്, കണ്ടോ. ഇത് ഇവിടെ ഏതൊക്കെ സ്ഥലത്തു നിന്നുള്ള ക്യൂസിനാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇറ്റാലിയൻ ഹബ്ബ് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഗാർലിക് ബ്രെഡ് ഉണ്ട്, വെജ് സ്ലൈഡേഴ്സ് ഉണ്ട്, ചിക്കൻ സ്ലൈഡേഴ്സ് ഉണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലായിടത്തു നിന്നുള്ള കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഇനിയാണ് ഇന്ത്യൻ സ്ട്രീറ്റ് ചാട്ട് കൗണ്ടർ വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് അതിനകത്തുനിന്ന് വേണ്ടത് കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനും ഹനിയും കൂടി ഇങ്ങനെ നടക്കുന്നത്. അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഒരിടത്ത് പാനിപ്പൂരി വേണ്ടത്. അപ്പോൾ പിന്നെ ഹനിക്ക് പാനിപ്പൂരി വേണം. പിന്നെ ഇവിടെ എന്താണ് സ്പിനാഷിൻ്റെ പക്കോട, കുൾഫി, പിന്നെ സ്പിനാഷ് പക്കോട ഉണ്ടോ. പിന്നെ നമ്മുടെ നോർമൽ പപ്പഡ്, അത് റവയുടെയും ആട്ടയുടെയും ഒക്കെ പാനിപ്പൂരി അവൈലബിൾ ആണ്. പിന്നെ ഒരു 6-7 ഫ്ലേവേഴ്സിലുള്ള പാനിയും അവൈലബിൾ ആണ്. അപ്പം നമ്മൾ പറയുന്നതനുസരിച്ച് അവർ ഈ ബൗളിൽ നമുക്ക് സെർവ് ചെയ്ത് തരും. അതുകൂടാണ്ട് ഇതിപ്പോൾ കുൾഫി ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ സ്ലൈഡറാണോ വേണ്ടത്, വെജ് സ്ലൈഡറാണോ വേണ്ടത്? അങ്ങനെ ഹനി ആദ്യം ഓർഡർ ചെയ്തത് ചിക്കൻ സ്ലൈഡറായിരുന്നേ. ഞാനങ്ങനെ 3 ചിക്കൻ സ്ലൈഡർ പറഞ്ഞു. അപ്പോൾ അതും കൊണ്ട് ടേബിളിലേക്ക് പോകണം ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടിയിട്ട്. എങ്ങനെയുണ്ട്? അടുത്തത് ഞങ്ങൾ വെറുതെ ഒരു ചിക്കൻ മോമോസ് വാങ്ങിച്ച്, അത് കൊള്ളായിരുന്നു, ചട്നിയൊക്കെ നല്ലതായിരുന്നേ. ഇനി ഞാനിതേ നേരത്തെ കണ്ടു വെച്ചിട്ട് പോയ പാനിപ്പൂരി കഴിക്കാൻ വന്നിട്ടുണ്ട്. സ്നാക്സൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കിഡ്സ് സോണിലൊക്കെ പോയി കളിച്ചു വന്ന് ഹനിതേ കട്ട് ഫ്രൂട്ട്സും എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഹനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാട്ടർമെലൺ ആ കൂട്ടത്തിലുണ്ടായിരുന്നു, അതും എടുത്തുകൊണ്ടാണ് വരുന്നത്. അവിടെ പോയിരിക്കാം. ഇനി നമുക്ക് സുഷി കഴിക്കാൻ പോവാം. വെജ് സുഷിയുണ്ട്, ചിക്കൻ സുഷിയുണ്ട്. അപ്പോൾ ഹനിക്ക് ചിക്കനാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് 2 ഡിപ്സും അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങളത് ചിക്കൻ സൂഷി എടുക്കണം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വെജ് സൂഷിയും കൂടി ട്രൈ ചെയ്യാം. വെജ് സൂഷി എന്ന് പറയുന്നത് അവക്കാഡോ ആണ്. അങ്ങനെ ഞങ്ങൾ സുഷി എടുത്ത് കഴിക്കാൻ പോകണം. പക്ഷേ ടു ബി ഫ്രാങ്ക് എനിക്കിഷ്ടപ്പെട്ടില്ല. അതിൻ്റെ സോസും അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, അത്ര അപ്പീലിംഗ് ആയിരുന്നില്ല ആക്ച്വലി.
പക്ഷേ അത് കുറേ ഇഷ്ടമുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സുഷി. അത് കാരണമാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതെൻ്റെ ടേസ്റ്റ് ബഡ്സിന് ചേർന്നതായിരുന്നില്ല. ഇവൺ ഹനിക്കും ഇഷ്ടപ്പെട്ടില്ല, മോഹത്തിനും ഇഷ്ടപ്പെട്ടില്ല. അവിടെ കൊണ്ടുപോയി വെക്ക്. ഇനി ഞങ്ങൾ പതുക്കെ മെയിൻ കോഴ്സ് കഴിക്കാനുള്ള തീരുമാനത്തിലാണ്. ഇപ്പോൾ 7:45 ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ എത്തിയതായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 9:45 ആയി. അപ്പോൾ ഇനി മെയിൻ കോഴ്സ് കഴിച്ചിട്ട് തിരിച്ചു പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഡെസേർട്ട് ഉള്ളത്. പേസ്ട്രി ഉണ്ട്, മൂസ് ഉണ്ട്, പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഓൾറെഡി ഹനി കഴിക്കുന്ന കണ്ടല്ലോ. പിന്നെ കാശ്മീരി ഡിഷായ ഫെർണി ഉണ്ട്, പിന്നെ ലെമൺ ടാട്ടയുണ്ട്, പിന്നെന്താ ഡോനട്ട് ഉണ്ട്. അതുകൂടാണ്ട് കുറേ കേക്ക്സും ബ്രൗണീസും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് വെജ് സൂപ്പാണ്. നമുക്ക് മെയിൻ കോഴ്സ് കൗണ്ടറിലേക്ക് പോവാം. ഇവിടെ ഒരു 3 ടൈപ്പ് പിക്കിളുണ്ട്, പനീർ 2 ടൈപ്പ് പനീറുണ്ട്, പിന്നെ ഗോബി മഞ്ചൂരിയൻ ഗ്രേവി ഉണ്ട്. അത്ര തിക്കല്ല, കുറച്ച് ഇപ്പം ആദ്യം ഒക്കെ വരുന്നത് വെജ് ഓപ്ഷനാണ്. പിന്നെ ഇതെന്താ വെജ് ബിരിയാണി ഉണ്ട്, ഇവരുടെ സബ്ജി ഉണ്ട്, അതായത് കുറേ മിക്സ് വെജിറ്റബിൾ സബ്ജി ഉണ്ട്. ഇനി അടുത്ത് വരുന്നത് പ്ലെയിൻ റൈസാണ്, നോർമൽ സ്റ്റീം റൈസ്. പിന്നെ അടുത്തത് വെജിറ്റബിൾ ബിരിയാണി ഉണ്ട്. പിന്നെന്താ ഇനി നോൺ വെജാണേ. നോൺ വെജിൽ കുറച്ചും കൂടി ഓപ്ഷൻസ് കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അതെന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും. ബട്ടർ ചിക്കൻ ഉണ്ട്, മട്ടൻ കറി ഉണ്ട്, പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട്, പിന്നെന്താ ചിക്കൻ മാഞ്ചോ സൂപ്പ് ഉണ്ട് സ്റ്റാർട്ടറായിട്ട്. ഇത്രയും സാധനങ്ങൾ ചിക്കനിൽ അവൈലബിൾ ആണ്. പിന്നെ അതെ ഗുലാബ് ജാമുൻ ഉണ്ട്, ബ്രൗണി ഉണ്ട്, ഇത് നേരത്തെ ഡിസേർട്ടിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെയിൻ കോഴ്സൊക്കെ എടുത്തിട്ട് വന്നു. ഹനിക്കൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞല്ലോ, റോട്ടി, അതായത് നാനും റോട്ടിയും അങ്ങനത്തെ ബ്രെഡ്സൊക്കെ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ ഞങ്ങൾക്ക് ഓൾറെഡി സ്നാക്സൊക്കെ കഴിച്ചിട്ട് തന്നെ വയറുനിറഞ്ഞ കാരണം ഞങ്ങൾ പേരിന് വേണ്ടി മാത്രം ഇത്തിരി റൈസ് കഴിക്കുക ചെയ്തത്. അപ്പോൾ ഹനി കട്ട് ഫ്രൂട്ട്സ് മാത്രം കഴിച്ചു, ഹനിക്കൊന്നും വേണ്ട പറഞ്ഞു. മൂന്ന് മെയിൻ കോഴ്സ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഓൺ ആൻ ആവറേജ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തത്. ഇപ്പോൾ ഞങ്ങൾ മെയിൻ കോഴ്സൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഡെസേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഹനീനെ പറഞ്ഞിട്ടാണ്. ഹനി ഒരു മൂസും ഒരു ലെമൺ ടാട്ടയും പിന്നെ ഫിർണിയും എടുത്തിട്ട് വന്നു. അപ്പോൾ അതിനകത്ത് നല്ല മധുരമായിരുന്നു എല്ലാം. മൂത്തിന് ലെമൺ ടാട്ടയും മൂസും വളരെ എക്സസീവായിട്ടുള്ള മധുരമായിട്ടാണ് തോന്നിയത്. ഫിർണി ഇഷ്ടമായി, അപ്പം ഫിർണി കഴിച്ചു. ഇനി ഇതേ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണേ. ഞങ്ങളൊരു 10:30 ആയപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങി. 11:30 വരെയാണ് ടൈമിങ്. അപ്പോൾ ലഞ്ചും ഉണ്ട്, ഡിന്നറും ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് താഴെ ഇറങ്ങി. ഇപ്പോൾ അംബാലയിൽ NDI പ്ലാസയിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ തെമീസ് ബാർബിക്യൂ ഹൗസ് ഇരിക്കുന്നത്. ഈ NDI പ്ലാസേൻ്റെ ഇവിടെ കുറേ നല്ല ഗാർഡനും പിന്നെ ഫോട്ടോ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഹനി കുറച്ച് സമയം അതിനകത്തൊക്കെ കളിച്ചു. നേരത്തെ ആദ്യം നമ്മൾ വരുമ്പോൾ കണ്ട ബസ്സിലും എയർക്രാഫ്റ്റിലൊക്കെ കയറണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പിന്നെ ഞങ്ങൾ തൽക്കാലം ഇതിനകത്തൊക്കെ കയറ്റി അഡ്ജസ്റ്റ് ചെയ്തു. ഇതൊക്കെ ആ എയർക്രാഫ്റ്റിലും ബസ്സിലൊക്കെ നേരത്തെ ഒരു പ്രാവശ്യം വന്നിട്ട് കയറിയിട്ടുള്ളതാണ്. അതാണ് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോൾ നമ്മൾ നാട്ടിൽ പോവാണ്. അപ്പോൾ ഹനിൻ്റെ വെക്കേഷൻ തുടങ്ങി. ഇനി നമുക്ക് നാട്ടിലത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക്സ് വിസിറ്റേക്ക്. കയറിക്കോ. ഈ ഹൈവേ വഴി അങ്ങനെ പോലെ അങ്ങനെ നമ്മൾ പോലെ എപ്പോഴും അങ്ങനെ അങ്ങോട്ട് കയറിയില്ല പോയെ, അതെയാ.